കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 സംഗതി ചേർത്തിട്ടുള്ള നാട്ടരാഗത്തിലുള്ള മഹാഗണപതി എന്ന കീർത്തനം പഠിച്ചായിരുന്നു. ഇനി ഈ ക്ലാസ്സിൽ 4ാമത്തെ സംഗതി കൂടി നമുക്ക് പഠിച്ചു നോക്കാം. സ്വരവും സാഹിത്യവുമായിട്ട് പഠിച്ചിട്ട് സ്വരവും സാഹിത്യവുമായിട്ട് 4 സംഗതിയും കൂടി നമുക്ക് ചേർത്ത് പാടി നോക്കാം. ആദ്യം ആരോഹണം അവരോഹണം പാടിയിട്ട് സ്വരവും സാഹിത്യവും ചേർന്ന് പാടാം. സരി ഗമ പദ നിസ സാനി പമ ഗമ രേ സ. സരി ഗമ പദ നിസ സാനി പമ ഗമ രേ സ. മാ പ മാ മ ഗ പ മ രേ സ നി സ സ സരി ഗ മ മാ പ നി മ പ മ മ ഗ പ മ രേ സ രി സ സ സരി ഗ മ ഗ മ പ നി സ നി പ മ മ ഗ പ മ രേ സ രി സ സ പ പ മ രി സ രി ഗ ഗ മ പ നി സ രി സ നി പ മ രേ 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 സ നി നി പ രേ രേ സ നി പ മ ഗ മ. ഇനി നമുക്ക് സാഹിത്യം ഒന്ന് പാടി നോക്കാം. മാഘ ഗണപതിം മനസാ സ്മരാമി. മാഘ ഗണപതിം മനസാ സ്മരാമി. മാഘ ഗണപതിം മനസാ സ്മരാമി. മാഘ ഗണപതിം മനസാ സ്മരാമി. 4ാമത്തെ സംഗതി ഒന്ന് പഠിച്ചു നോക്കാം നമുക്ക്. ഗമ പ നി സ രേ സ നി പ മ രേ മാഘ ഗണപതിം. ഗമ പ നി സ രേ സ നി പ മ രേ മാഘ ഗണപതിം. രേ രേ സ നി നി പ രേ രേ സ നി പ മ ഗ മ മനസാ സ്മരാമി. ഗമ പ നി സ രേ സ നി പ മ രേ 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 സ നി നി പ രേ രേ സ നി പ മ ഗ മ. മാഘ ഗണപതിം മനസാ സ്മരാമി. ഈ അടുത്ത 5ാമത്തെ സംഗതി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിച്ചു നോക്കാം.